ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഇന്ന് ചിക്കൻ ബോക്സിനെ കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ചിക്കൻ ബോക്സ് ആയിരുന്നു എന്നൊക്കെയുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു സമയം ചൂട് സമയമാണല്ലോ. ഈ ഒരു സമയത്താണ് നോർമലി ചിക്കൻ ബോക്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പം നമ്മുടെ ദേവക്കുട്ടനാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ചിക്കൻ ബോക്സ് ആവുന്നത്. ദേവാക്ക് സ്കൂളിൽ നിന്നാണ് കേട്ടോ ചിക്കൻ ബോക്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദേവയുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ദേവ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പിമ്പിളിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഇത് ഫുള്ള് കരിയുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ദേവ ഇത് ഡയറക്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അറിയുന്നില്ല കേട്ടോ. ദേവയ്ക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതും ഇവൻ ടച്ച് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവൻ എങ്ങനെ പെട്ടെന്ന് ഇത് ചിക്കൻ ബോക്സ് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോഴാണ് ആളിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് ഒരുപാട് മിഥ്യാധാരണയുള്ള ഒരു രോഗമാണ് അല്ലെ. പലർക്കും പല അഭിപ്രായങ്ങളാണ്. എന്താ പറയാ, പല കെയറിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും മെഡിസിന്റെ കാര്യത്തിലാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങളും ഓരോ മിഥ്യാധാരണകളും ഉള്ള ഒരു രോഗമാണ് ഈ ഒരു ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. ചിലരിത് റിച്വൽ, അതായത് ദൈവികമായിട്ടുള്ള ആ രീതിയിൽ പറയാറുള്ളതും ഉണ്ട്. അപ്പം എന്തായാലും പല അഭിപ്രായമുള്ള ഒരു രോഗമാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ ബോക്സ് ആയ സമയത്ത് നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കണേ. അപ്പൊ ദേവാക്ക് ചിക്കൻ ബോക്സ് ആണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് ശരിക്കും ജനുവരി 28 കേട്ടോ. അപ്പൊ ഇതിന് 2 ദിവസത്തേക്ക് മുമ്പ് തന്നെ. അപ്പൊ ഈ ചിക്കൻ ബോക്സ് ഓരോരുത്തർക്കും പല രീതിയിലാണ് ഈ സിംറ്റംസ് കാണിക്കുന്നത്. ചിലവർക്ക് ആദ്യം തന്നെ ബോഡി പെയിനും തലവേദനയും പനിയും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചിലവർക്ക് അങ്ങനെ ആവില്ല കേട്ടോ. അപ്പൊ ദേവാക്ക് ജനുവരി 28 കൺഫേം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന് 2 ദിവസം മുമ്പ് തന്നെ ദേവയുടെ ദേഹത്ത് ബാക്കിൽ പുറത്തായിട്ടൊരു പിമ്പിൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ സാധാരണ ചിക്കൻ ബോക്സിന്റെ ഈ കുരു എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളം കെട്ട് പോലെയല്ലേ വരുന്നത്. വെള്ളം കെട്ടി നിൽക്കുന്ന മാതിരിയിലുള്ള നമ്മൾ പൊള്ളുമ്പോൾ ഉള്ള ആ ഒരു രീതിയിലാണ് സാധാരണ ഒരു പിമ്പിൾ ഇരിക്കുന്നത്. പക്ഷെ ഇത് ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടപ്പോൾ നമുക്കത് അങ്ങനെ ആയിട്ടല്ല, അതൊരു കൊതുക് കടിച്ച് ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന മാതിരിയാണ് ബോഡിയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇവനിതിങ്ങനെ ചൊറിയുന്നു എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് കൊതുക് കടിച്ചതാണെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പൊ ജനുവരി 27, അതായത് ഒരു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഇവൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇവന് ഭയങ്കര ചൂടും തലവേദനയൊക്കെ ഇവൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും ഇവിടെ ക്ലൈമറ്റ് ആണെങ്കിൽ തണുപ്പും ചൂടും അങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പൊ ഇനി ക്ലൈമറ്റിൻ്റെ കൊണ്ട് പനിയായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ ആൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പാരസെറ്റമോൾ മെഡിസിൻ ഒക്കെ കൊടുത്തു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവന്റെ പ്രൈവറ്റ് ഏരിയയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ പറയാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നോക്കിയപ്പം ഈ പീനസിനകത്ത് റാഷസ് കണ്ടു. അങ്ങനെ നമ്മൾ ഇവനെ അതിന്റെ കൂടെ അവന് ദേവയ്ക്ക് വീസിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ വീസിങ്ങിന്റെ ഒരു ഇതും കണ്ടുകൊണ്ട് നമ്മൾ അന്ന് വൈകുന്നേരം തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഡോക്ടർ നോക്കിയപ്പം ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് പീനസിൽ വന്നത് ചിക്കൻ ബോക്സ് ആണെന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു പിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല. അത് റാഷസ് മാതിരി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഡോക്ടർ കൂടുതലും അവനെ നോക്കിയിട്ടുണ്ടായിരുന്നത് അവന്റെ ഈ വീസിങ്ങിന്റെ പ്രശ്നമാണ്. എന്നിട്ട് ഈ പീനസിൽ തേക്കാനായിട്ടൊരു ഓയിൽമെന്റും ഒക്കെ തന്നിട്ട് നമ്മളെ വീട്ടിൽ വിട്ടു. അപ്പൊ പിറ്റേന്ന് വെള്ളിയാഴ്ച 28 മോർണിംഗിൽ ഞാൻ ജസ്റ്റ് ഇവന്റെ എങ്ങനെയുണ്ട്, ചുമയൊക്കെ കുറവുണ്ടോ, അങ്ങനെ പീനസ് ഒക്കെ ഇങ്ങനെ നമ്മൾ റാഷസ് ഒക്കെ കുറഞ്ഞു എന്നൊക്കെ അറിയാൻ വേണ്ടി ചെക്ക് ചെയ്തപ്പോഴാണ് ദേവയുടെ ബോഡിയിലും ഒക്കെ ആയിട്ട് ഈ പിമ്പിൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ്ടും സ്പ്രെഡ് ആയതും അതുപോലെ തന്നെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന മാതിരിയുള്ള ആ ഒരു കുമിളകൾ കാണാനായിട്ട് തുടങ്ങിയത് കേട്ടോ. പിന്നെ ദേവയുടെ കാര്യത്തിൽ അപ്പം നമ്മൾ അപ്പം തന്നെ ഡോക്ടറിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പം ഡോക്ടർ കൺഫേം ചെയ്തു ഇത് ചിക്കൻ ബോക്സ് ആണെന്നുള്ളത്. പക്ഷേ ദേവയുടെ കാര്യത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവയ്ക്ക് അന്ന് ആ ഒരു വ്യാഴാഴ്ച ആ വൈകുന്നേരം കുറച്ചു നേരം ചൂടും ഒരു തലവേദനയും കാണിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ദേവയ്ക്ക് പിന്നെ പനിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദേവ ഓൾറെഡി വാക്സിനേറ്റഡ് ആയിരുന്നു കേട്ടോ. വാക്സിനേറ്റഡ് ആയതുകൊണ്ട് തന്നെ ദേവയ്ക്ക് ഇത് ബോഡിയിൽ അങ്ങനെ അധികമായിട്ട് സ്പ്രെഡ് ആവുകയൊന്നും ചെയ്തില്ല. വളരെ കുറച്ച് മാത്രമേ അവന് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പുറത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതൽ വന്നെന്ന് പറയാൻ. ബാക്കി എങ്ങും അവന് അധികം അങ്ങനെ സ്പ്രെഡ് ആയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പൊ അതുകൊണ്ട് തന്നെ ദേവുവിന് ഉള്ളിലെ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഡോക്ടർ ഈ ഒരു ലോഷൻ പറഞ്ഞു കേട്ടോ, കാലോസോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലോഷന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ ലോഷൻ ഇവന്റെ ഈ പിമ്പിള് ബ്ലിസ്റ്റേഴ്സ് വന്ന ഭാഗത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ തരുന്നത്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഈ ചൊറിച്ചിൽ, ഈ ചിക്കൻ ബോക്സിന്റെ കുരുക്കൾ എന്ന് പറയുമ്പോൾ ഭയങ്കര കുത്തലും ചൊറിച്ചിലും ഒക്കെയുള്ള കുരുക്കളാണല്ലോ. അപ്പൊ അതിന് ആ ഒരു ചൊറിച്ചിലൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലോഷൻ ആയിരുന്നു കേട്ടോ ഇത്. ദേവുവിന് 12th ഡേ ആയപ്പോഴാണ് എനിക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 6 എനിക്ക് ബോഡി പെയിൻ ഫെബ്രുവരി 6 ഫെബ്രുവരി 5 എനിക്ക് കാലിനൊക്കെ ജോയിൻസിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്, ഞാൻ ജിമ്മിന് കുറെ നാളായിട്ട് പോവാതിരുന്നിട്ട് 4th ഞാൻ ജിമ്മിൽ പോയി. അപ്പോൾ 4th ജിമ്മിൽ പോയപ്പോൾ ഞാൻ ലെഗിന് വേണ്ടിയിട്ടാണ് അന്നത്തെ വർക്കൗട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഈ 5th എനിക്ക് കാലിന് വേദന വന്നപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ജിമ്മിന് പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ അങ്ങനെ ആണെങ്കിലും ഒരു ദിവസമൊക്കെ അങ്ങനെ വേദന നിൽക്കാറുള്ളൂ. ഞാൻ 5th അന്ന് ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിറ്റേ ദിവസം പോയി വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വേദന മാറുന്നതാണ്. പക്ഷെ എനിക്ക് 5th പോയി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ ഈ വേദന കുറയുന്നില്ല. 6th ആയപ്പോഴും എനിക്ക് മുട്ടിനകത്തൊക്കെ വേദന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 6th ഞാൻ എൻ്റെ പുറത്ത് ഇതേപോലെ ഒരു പിമ്പിൾ ഞാൻ നോട്ടീസ് ചെയ്തു കേട്ടോ. പക്ഷേ ആ പിമ്പിള് ഈ പറഞ്ഞതുപോലെ തന്നെ ദേവുവിന് വന്നതുപോലെ തന്നെ എൻ്റെ ആ ഒരു പിമ്പിളിനും ഇങ്ങനെ ബ്ലിസ്റ്റേഴ്സ് അല്ലായിരുന്നു. അതായത് ഇങ്ങനെ ഈ വെള്ള കെട്ടിയിട്ടുള്ള ആ ഒരു കുരുക്കളല്ല വന്നിട്ടുണ്ടായിരുന്നത്, സാധാ ഒരു കുരുവാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കാരണം ഞാനത് ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷേ 7th നൈറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹെഡേക്കും നല്ല ചൂടും ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ സംശയമായി, എനിക്കിനി ചിക്കൻ ബോക്സ് തന്നെ ആയിരിക്കുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് തലവേദന കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ തലയൊന്ന് മസാജ് ചെയ്ത് തരാൻ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾ മസാജ് ചെയ്ത സമയത്ത് എൻ്റെ തലയിൽ ഒരു കുരു ഉണ്ടായിരുന്നു. ഈ കുരു പൊട്ടിയിട്ട് ഇത് പൊട്ടി. അപ്പം എൻ്റെ ഈ തലയിൽ കുരു വന്നപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഹെയർ വാഷ് ചെയ്തിരിക്കുമ്പം വിയർപ്പടിഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞി കുരുക്കൾ ഇങ്ങനെ പൊങ്ങാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് വല്ലതും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം ആളിതിങ്ങനെ മസാജ് ചെയ്ത സമയത്ത് മസാജ് ചെയ്തിട്ട് തലയിൽ എനിക്കിങ്ങനെ വിക്സ് ഇട്ട് തന്നു. വിക്സ് ഇട്ട് തന്നപ്പോൾ ഈ സെയിം കൈ വെച്ചിട്ട് തന്നെയല്ലേ ഇങ്ങനെ ചെയ്തത്. അത് കാരണം എനിക്ക് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് എനിക്ക് നെറ്റിക്ക് നിറച്ച് കുരുക്കളായിരുന്നു കേട്ടോ. നെറ്റിക്കായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് രാത്രി ആയപ്പോഴത്തേക്ക് നല്ല പനിയായി, കാലിനൊക്കെ നല്ല തണുത്ത് പറയുന്നത്. ഞാൻ എന്നിട്ട് അന്ന് രാത്രിയിൽ ഒരു ഡോളോ കഴിച്ചിട്ടായിരുന്നു കിടന്നത് ഈ തലവേദന കാരണം. അപ്പോൾ പിറ്റേന്നായപ്പോഴും എനിക്ക് തലവേദന ഒട്ടും കുറവില്ല. സാധാരണ നോർമൽ തലവേദനയാണെങ്കിൽ ഡോളോ കഴിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മാറുന്ന തലവേദന എനിക്ക് ഒട്ടും കുറവില്ല. അതുപോലെ തന്നെ അതായത് ഫെബ്രുവരി 8 ഞാൻ രാവിലെ എണ്ണിക്കുമ്പം എൻ്റെ ഈ ഭാഗത്ത് ഞാനിങ്ങനെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന മാതിരിയുള്ള ഒരു കുരു, അത് ഞാൻ അറിയുന്നില്ല അതവിടെ ഉണ്ടെന്നുള്ളത്. ഞാൻ എന്തോ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ എടുത്തപ്പോഴേക്കും ഈ ഒരു കുരു പൊട്ടി ഈ വെള്ളം വന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അതേപോലെ സെയിം എനിക്ക് ഈ ഭാഗത്തും ഒരു കുരു ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ചിക്കൻ ബോക്സ് തന്നെയാണെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് കൺഫേം ചെയ്തു കേട്ടോ. ഡോക്ടർ എനിക്ക് ഒരു ആൻറ്റിവൈറൽ ടാബ്ലറ്റ് തന്നു. അതുപോലെ തന്നെ എനിക്ക് പനി ഉണ്ടായിരുന്നല്ലോ, തലവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പാരസെറ്റമോൾ തന്നു. പിന്നെ എനിക്ക് ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എനിക്ക് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. ആൾക്ക് ആദ്യം ദേഹത്ത് ബ്ലിസ്റ്റേഴ്സ് ആണ് വന്നത്. വന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ആൾക്ക് പനിയും തലവേദനയും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചിക്കൻ ബോക്സ് വരുമ്പോൾ ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ചും സിംറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എനിക്കായതിൻ്റെ അന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ആള് ചോദിച്ചു ആൾക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും ഇനിയും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നമ്മളിപ്പം ഒരു രോഗിയായിട്ട് നമുക്ക് പലരുടെയും ഇടയിലുള്ള ഒരു മിഥ്യാധാരണയാണ് ഈ രോഗം സ്പ്രെഡ് ആവുന്നത് നമ്മൾ കുളിക്കുമ്പോഴാണെന്നുള്ളത്. അതായത് ഈ ബ്ലിസ്റ്റേഴ്സ് ഒക്കെ വന്ന് അത് പൊറ്റനായി ഇളകി പോയി കഴിയുമ്പോഴാണ് രോഗം സ്പ്രെഡ് ആവുന്നത്. പണ്ടൊക്കെ അങ്ങനെ പറയാറില്ലേ, ഒരാൾക്ക് ഇപ്പം കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് മറ്റേ ആൾക്ക് സ്പ്രെഡ് ആയി എന്നുള്ളത്, മറ്റേ ആൾക്ക് വന്നു. അത് പണ്ടൊക്കെ എല്ലാവരും വിശ്വസിച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ കുളിച്ച് കഴിയുമ്പോഴാണ് ഈ രോഗം സ്പ്രെഡ് ആകുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. നമുക്കിപ്പം ഒരാൾക്ക് ഈ ഒരു വൈറസ് കയറി ആ ആളുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വായുവിലൂടെയോ അല്ലെങ്കിൽ അയാളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നതിലൂടെയോ മറ്റേ ആൾക്ക് രോഗം ഓൾറെഡി തന്നെ ആ ഒരു വൈറസ് സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ആ ബോഡിയിൽ ആ ഒരു പിമ്പിൾ വരുന്നതിന് മുമ്പ് തന്നെ കൂടുള്ള ആൾക്ക് ഈ വൈറസ് കയറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം മുതൽ ഈ ബ്ലിസ്റ്റേഴ്സ് എല്ലാം ഉണങ്ങി കരിഞ്ഞു പോകുന്നിടം വരെ ഈ ഒരു വൈറസ് രോഗിയിൽ നിന്നും വേറൊരാൾക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു 7 days അല്ലെങ്കിൽ 14 days ഒക്കെ കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ ബോഡിയിൽ കാണിച്ചു തുടങ്ങുന്നത് കേട്ടോ. അപ്പം ഡോക്ടർ പറഞ്ഞ കാര്യം, നമ്മളിപ്പോൾ രോഗിയായിട്ടൊരു കോണ്ടാക്ട് 5 daysനുള്ളിൽ തന്നെ വന്ന് നമ്മൾ വാക്സിൻ എടുത്തിരുന്നെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് ഈ ഒരു രോഗം വരാനുള്ള ചാൻസ് കുറഞ്ഞേനെ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ഇടയിലുള്ള ഒരു മിഥ്യാധാരണയാണ് രോഗം പകരുന്നത് ആള് കുളിക്കുമ്പോഴാണെന്നുള്ളത്. അങ്ങനെ അല്ല കേട്ടോ. പിന്നെ ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി നമ്മൾ ഇവിടെ ദേവുന് ഇതുപോലെ ചിക്കൻ ബോക്സ് ആണെന്ന് നമ്മുടെ നെയ്ബർ അറിഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നു എന്നറിഞ്ഞപ്പം ആൾ എന്നോട് പറഞ്ഞ കാര്യം, ഇതിന് ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട കാര്യമില്ല, ഡോക്ടറിനെ ഒന്നും കാണേണ്ട കാര്യമില്ല, ഇത് ഗോഡ് വന്ന് ഈ രോഗം എടുത്തിട്ട് പൊക്കോളൂ എന്നാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും ദൈവത്തെ വിശ്വാസം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ദൈവത്തെ എനിക്ക് വിശ്വാസം തന്നെയാണ്. പക്ഷെ ഒരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണുക തന്നെ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരുപാട് മിഥ്യാധാരണകളുള്ള ഒരു രോഗമാണ് എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പറയാനായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും പറയാറുണ്ട് നമ്മൾ കുളിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസുഖത്തിന് നമ്മൾ ഡെയിലി കുളിക്കുക തന്നെ ചെയ്യണം കേട്ടോ. അത് ഞാൻ ദേവുവിനാണെങ്കിലും ദേവുവിൻ്റെ ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവുവിനാണെങ്കിലും ഞങ്ങൾ 3 പേരാണെങ്കിലും ഡെയിലി ഞങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. അതും ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മാക്സിമം പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കുക, അല്ലെങ്കിൽ ഒരു ലൂക്ക് വാം വാട്ടറിൽ നമുക്ക് കുളിക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കര ചൂടുവെള്ളം നമ്മുടെ ദേഹത്ത് ഒഴിക്കാതെ ഇരിക്കുക. അപ്പം വെള്ളത്തിൽ അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് തന്നെ കുളിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരിക്കലും എപ്പോഴും നമ്മൾ നോർമലി കുളിക്കുന്നത് പോലെ തേച്ചൊരച്ച് കുളിച്ച് ഈ ബ്ലിസ്റ്റേഴ്സ് ഒന്നും പൊട്ടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. വളരെ ലൈറ്റായിട്ട് തന്നെ സോപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മൾ കുളിക്കുക. പിന്നെ സോപ്പ് ഉപയോഗിക്കുമ്പം മൈൽഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദേവുവിൻ്റെ ജോൺസൺ ബേബിയുടെ സോപ്പായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഓട്ട്മീൽ സോപ്പൊക്കെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും, അതൊക്കെ യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും കേട്ടോ. ഡെയിലി കുളിക്കുന്നത് നമ്മുടെ ഈ ഒരു വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതും സ്പ്രെഡ് ചെയ്യുന്നതും ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഡെയിലി നമ്മൾ കുളിക്കുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ സ്പ്രെഡായി വരുന്നത്. പിന്നെ പലരും പറയാറുണ്ട്, ഇതിങ്ങനെ ഈ ഒരു ചിക്കൻ ബോക്സ് ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ ഈ കുരുക്കൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് പോകുന്നതാണെന്ന്. പക്ഷെ ശരിക്കും അങ്ങനെ അല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് ബോഡിയിൽ കൂടുതൽ സ്പ്രെഡ് ആകുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ഇത് ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. നമ്മളിതിങ്ങനെ കൂടുതൽ സ്പ്രെഡ് ആവുന്നെന്ന് കാണുമ്പോൾ വീണ്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലങ്സിനെയും ലിവറിനെയൊക്കെ ബാധിക്കാൻ ചാൻസസ് ഉള്ള ഒരു ലക്ഷണമാണത്. അപ്പം ഈ പുറമേ സ്പ്രെഡ് ആവുന്നതോട് കൂടെ തന്നെ ഉള്ളിലും ആന്തരിക അവയവങ്ങളിലും കൂടെ ഈ വൈറസ് സ്പ്രെഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവുള്ളവരിൽ മാത്രമാണ് കേട്ടോ. അത് എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. അപ്പം അതിങ്ങനെ കൂടുതലായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതൊരിക്കലും ഈ പറഞ്ഞ പോലെ ഉള്ളിലുള്ളതിനെല്ലാം പുറന്തള്ളുന്നതല്ല, അതൊരു മിഥ്യാധാരണയാണ്. അതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നെയില് വളർത്തുന്നുണ്ടായിരുന്നു. ആ നെയിലെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലിസ്റ്റേഴ്സിനൊക്കെ അറിയാതെ തട്ടിയാൽ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ നെയിലെല്ലാം കട്ട് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുക. ഫേസിലാണെങ്കിലും നമുക്ക് ഫേസ് ഇങ്ങനെ ഡ്രൈനെസ് ആവുകയും ഇച്ചിങ്ങും ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ലോഷൻ തന്നെയാണ്. എന്താണ് ദേവുവിന് ഡോക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്ന ലോഷൻ തന്നെയാണ് ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള അധികം കെമിക്കൽസ് ഒന്നും ചേരാത്ത അലോവേര ജെല്ലോ മോയ്സ്ചറൈസറോ ഒക്കെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുക കേട്ടോ. പക്ഷെ കെമിക്കലായിട്ടുള്ള നമ്മൾ ഈ
AHA കണ്ടന്റ് അല്ലെങ്കിൽ നയാസിനമൈഡ് അതൊക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ എപ്പോഴും ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അത് നമ്മുടെ ആ ഒരു പിമ്പിൾസിനകത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. ലൈറ്റ് ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ജെന്റിൽ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാക്സിമം നമ്മൾ ഈ ഒരു ലോഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. അത് നമുക്കൊരു നല്ലൊരു കൂളിംഗ് എഫക്റ്റും തരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ആ കുരുക്കൾ ഒന്ന് ചുരുങ്ങാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ആദ്യത്തെ 2 ദിവസം മാത്രമുണ്ട് പുതിയ പുതിയ കുരുക്കളൊക്കെ വന്നു തുടങ്ങിയത്. 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും പുതിയ കുരുക്കൾ, 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് പുതിയ കുരുക്കൾ വരുന്നതെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് എൻ്റെ കാലിന് മുട്ടിന് താഴോട്ട് എനിക്ക് ഒരു കുരുക്കൾ പോലും വന്നിട്ടില്ല. കയ്യിലാണെങ്കിലും എനിക്ക് ഈ ഭാഗത്തൊന്നും അങ്ങനെ കുരുക്കൾ, എനിക്ക് കൈക്ക് ആകെപ്പാടെ 2-3 കുരുക്കൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അധികം എനിക്ക് അങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പലരും പറയാറുണ്ട്. ചിലവർ പറയാറുണ്ട് കഞ്ഞി മാത്രം കുടിക്കുക, അല്ലെങ്കിൽ ഉപ്പിടാതെ കഴിക്കണം, എരിവ് കഴിക്കരുത്, പുളി കഴിക്കരുത്, അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള പല ഇതും പറയാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എരിവും പുളിയും ഉപ്പും ഒക്കെ കുറയ്ക്കാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിമ്പിള് ഓൾറെഡി ഇത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള പിമ്പിളാണ്. അപ്പൊ ഈ എരിവൊക്കെ ചെല്ലുമ്പോൾ ഇതിനകത്ത് എരിവാണെങ്കിലും പുളിയാണെങ്കിലും ഇങ്ങനെ കുറച്ച് കുത്തലിങ്ങനെ ഉണ്ടാക്കും നമ്മുടെ ആ ഒരു ബ്ലിസ്റ്റേഴ്സിന്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അതല്ലാതെ നമുക്ക് ഏത് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഞാൻ ഡെയിലി മുട്ട കഴിക്കുന്നുണ്ടായിരുന്നു, പാല് കുടിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ഞാൻ എൻ്റെ ആഹാരത്തിൽ ചിക്കൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈറസിനെ പ്രതിരോധിക്കാനുള്ള ആ ഒരു പ്രതിരോധ ശക്തി നമുക്ക് ഇല്ലാതെ പോകും. നന്നായിട്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ഈ നോൺ വെജ് ആണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാം. ഞാൻ ദേവുവിനും ഡെയിലി മുട്ട കൊടുക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് എരിവൊന്നും ചേർക്കാതെ നമുക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സൂപ്പാക്കിയിട്ട് കഴിക്കാം. ഞാനാണെങ്കിൽ ചിക്കൻ അല്ലാതെ തന്നെ വേവിച്ചിട്ടും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ദേവുവിന്റെ ഡോക്ടർ എടുത്തു പറഞ്ഞത് ദേവുവിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാ ഫുഡും കൊടുത്തോളാൻ, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, കൈ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു ബ്ലിസ്റ്റേഴ്സിൽ തൊട്ടിട്ട് വേറെ എവിടെയെങ്കിലും തൊടുമ്പം അവിടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കൈ എപ്പോഴും ഹൈജീൻ നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്യുക. വീട്ടിലുണ്ടാക്കി നല്ല വൃത്തിയായിട്ടുള്ള ഏത് ഫുഡ് വേണേലും നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഞാൻ ഡെയിലി ഒരു 2-2.5 ലിറ്റർ വെള്ളം വരെ കുടിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിക്കും വെള്ളം ഞാൻ ഡെയിലി കുടിച്ചിരുന്നു. എൻ്റെ ഈ ബ്ലിസ്റ്റേഴ്സ് എല്ലാം ഉണങ്ങുന്നിടം വരെ ഞാൻ ഡെയിലി കരിക്കും വെള്ളം കുടിക്കുമായിരുന്നു. അതുപോലെ വാട്ടർമെലൺ, ഈ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഡെയിലി കഴിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക്, കാരണം മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി, നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു കണ്ടീഷനാണ് ഈ ചിക്കൻ ബോക്സ് സമയത്ത്. എനിക്കാണെങ്കിൽ എൻ്റെ ലിപ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആണെങ്കിൽ എനിക്ക് ഈ ചിക്കൻ ബോക്സ് ആവുന്നതിന് മുമ്പ് തന്നെ, അതായത് 2-3 ദിവസത്തേക്ക് മുമ്പ് തന്നെ എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. ഇന്ന് വരെ എനിക്ക് അങ്ങനെ, എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഡ്രൈനെസ് എനിക്ക് എൻ്റെ സ്കിന്നിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫേസിൽ നീറ്റിലെടുക്കുമായിരുന്നു. അതുപോലെ എനിക്ക് ഫേസ് ഡ്രൈ ഒക്കെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഭയങ്കര ഡീഹൈഡ്രേഷൻ ആയിരിക്കും ആ സമയത്ത്. നമ്മൾ നന്നായിട്ട് തന്നെ നമ്മുടെ ബോഡിയെ മോയ്സ്ചറായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ലപോലെ തന്നെ വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യമാണ് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ആര്യവേപ്പിൻ്റെ ഇല, മഞ്ഞൾ ഇതൊക്കെ ഇട്ട് കുളിക്കണം എന്നുള്ളത്. പക്ഷെ ഞാനിതൊന്നും ചെയ്തില്ലായിരുന്നു. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആര്യവേപ്പ് അല്ലെങ്കിൽ മഞ്ഞൾ എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം എല്ലാവരുടെയും സ്കിന്നിനും സ്യൂട്ട് ആവണം എന്നില്ല. എനിക്ക് എന്തുകൊണ്ട് അത് പേഴ്സണലി ചെയ്തില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നേരത്തെ തന്നെ പണ്ട് എനിക്ക് പിമ്പിളൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഫേസിൽ ഞാൻ ആര്യവേപ്പിൻ്റെ ഇല അരച്ചിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നീം ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നീം പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സത്യത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ പിമ്പിള് കൂടുന്നതായിട്ടാണ്, എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കിയായിരുന്നു എനിക്ക് ഈ പറഞ്ഞ സാധനം
അലർജിക്കാണ് അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് അത് പറ്റിയതല്ല എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. അതുപോലെ തന്നെ ഈ മഞ്ഞളാണെങ്കിലും എനിക്ക് ഡയറക്റ്റ് മഞ്ഞൾ മാത്രം എൻ്റെ ഫേസിലിടുമ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടാവുമായിരുന്നു. എന്തിൻ്റെങ്കിലും കൂടെയൊക്കെ ഒരു നുള്ളൊക്കെ മിക്സ് ചെയ്തിടുവാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാതെ മഞ്ഞൾ മാത്രം ഞാൻ ഫേസിലിടുമ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടാവുമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഈ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ സ്കിന്നിന് അത് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് അലർജിക്ക് ആവുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. വീണ്ടും അത് ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഉണ്ടാവാത്തതേ ഉള്ളൂ. അപ്പം അത് കാരണം ഞാൻ ഈ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ദേവുവിനാണെങ്കിലും ഞാൻ കുളിപ്പിക്കാൻ നേരത്തൊന്നും ഈ പറഞ്ഞ പോലെ അരിവേപ്പിൻ്റെ ഇല ഒന്നും ഇട്ടൊന്നും ഞാൻ കുളിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ അരിവേപ്പിൻ്റെ ഇല യൂസ് ചെയ്തിരുന്നു. അത് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൊറിച്ചിൽ വരുന്ന സമയത്ത് അതിൻ്റെ തളിയില വെച്ചിട്ട് ഞാനിങ്ങനെ ദേഹം ഇങ്ങനെ തടകി കൊടുക്കുമായിരുന്നു. അപ്പം നമുക്ക് ചൊറിച്ചിലൊരു ആശ്വാസം കിട്ടുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 48 hours ഉള്ളിൽ തന്നെ ആൻറ്റിവൈറൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതധികം സ്പ്രെഡ് ആകാതെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കെയറും മെഡിസിനും ഫുഡും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മാറുന്ന ഒരു രോഗമാണ് കേട്ടോ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നൊക്കെ തോന്നിച്ചാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഉള്ളത്, നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്തതെന്നുള്ളതും ഒക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കും. ബൈ.